എങ്ങടാ എന്ത് हिंदी में बोलो। नमस्कार जी, मेरा नाम सन्नी, मैं वीपी यूट्यूब का बेटा हूँ। मैं इधर आया क्योंकि പ്രസവിച്ച് ആഗോച്ചായപ്പോ ആസ്പത്രിയില് കാണാൻ വന്നു കഴിഞ്ഞിട്ട് നീ ആ തുണിയൊക്കെ ഒന്നാണ് മാറ്റി അപ്പൊ അങ്ങനെ അച്ചാറിടാനായിട്ട് മാങ്ങ നുറുക്കൽ മിടു ഏറ്റെടുത്തേക്കാണ്. മിടു പക്ഷേ മിടുവിന് മിണ്ടാൻ പറ്റില്ല കാര്യം ഞാൻ മറന്നുപോയി സുഹൃത്തുക്കളെ. മിടുവിന് ശബ്ദമില്ല. നീ ആക്ഷൻ കാണിക്കും, ഞാൻ തർജ്ജമ ചെയ്യാം. അപ്പൊ നീ നല്ല എന്റെ സൗണ്ട് പോയി. അപ്പൊ ഞങ്ങള് സ്റ്റീവനും ഗ്രേസിനും വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പോവാന്താട്ടെ. ഇത് എന്തിട്ട് കാണിക്കണേ? എന്നിട്ട് നോക്കട്ടെ ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ. എന്റെ സൗണ്ട് എന്ത് പറ്റിയാലും സടിചേട്ടനെ കൊരുക്കി പിടിച്ചു. പുക മാത്രം. ചില സമയത്ത് സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ കണ്ട ഇപ്പൊ ഇടയ്ക്ക് കയറി വന്നു സൗണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വായു അപ്പൊ കേട്ടില്ലടി. ലിജി ചേച്ചിയും ഫാമിലിയും കോഴിക്കോട് നിന്ന് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങോട്ട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ്. അപ്പോൾ അവരിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഞാൻ ഇവരെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണം. പിന്നെന്താ, അവിടെ വീട്ടിലാണെങ്കിൽ ജാസ്മിൻ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഗ്രേസിനും സ്റ്റീവനും കളിക്കാം. അവർ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് നിൽക്കുക. അപ്പോൾ അവരോടൊക്കെ ഉണ്ടാക്കി അവരോടെ കളിക്കുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കാമല്ലോ. എന്നിട്ട് ഉച്ചയാകുമ്പോൾ അവര് ലിജി ആൻ്റി ഒക്കെ വരുമ്പോൾ കൊണ്ടുവരാൻ വരാട്ടോ. അഞ്ജലി ചേച്ചിയും ലിജി ആൻ്റിയും അനിൽ അങ്കിൾ. എവിടെ നോക്കിയാലും ആൾക്കാർ കളിക്കാൻ. എന്തോരം ആൾക്കാരാ. നീ പല്ലാട്ടണുണ്ടാ? ഇളകണുണ്ടാ? പുതിയ പല്ലല്ലാട്ടാ, പഴയ പല്ലട്ടാ. ആ അപ്പൊ ഞങ്ങളുടെ ഇവിടെ മതിലുമൊക്കെ ഇങ്ങനത്തെ തേരട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനത്തെ തേരട്ടാ. മുമ്പ് ഇവിടെ ചുവന്ന കളറിലുള്ള തേരട്ടയായിരുന്നു. മഴ വരുമ്പോ ഇങ്ങനത്തെ തേരട്ടയാണ് പോകാൻ. അല്ല, ഇവിടെ ഫുൾ ചുവന്ന തേരട്ടയായിരുന്നു. അത് കഴിഞ്ഞ് അതിന് വംശനാശം നേരിട്ടിട്ട് അത് പതുക്കനെ ചുവപ്പും കറുപ്പുള്ള തേരട്ടകളായി മാറി. ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി വെക്കും. വെള്ളപ്പൊക്കത്തിന് ശേഷം മൊത്തം ബ്ലാക്ക് ആയി. ഈ സൈഡിലൊക്കെ ഉണ്ട്. പോ കാണുമ്പോ എന്താ പോലല്ലേ. ശരിയാണ്. ഇപ്പൊ ചുമപ്പ കളർ തേരായിട്ട് കാണല് കുറവാ. വെള്ളത്തിൽ ഒഴിച്ചു പോയാ. പക്ഷെ ചുമപ്പ കാണാറൊക്കെ ഉണ്ട്, പണ്ടത്തെ അത്ര ഇല്ല. സാധാരണഗതിയിൽ ആമസോൺ വനാന്തരങ്ങളിൽ കാണുന്നത്. അത് ചിലപ്പോ നമ്മള് വനാന്തരം പ്രഖ്യാപിക്കാം നമുക്ക്. വെള്ളപ്പൊക്കത്തിലെ കാട്ടിന്നൊക്കെ വന്നായിരിക്കും. മേ ബി ഗ്രാമസോൺ ആൾക്കാര്. പിറന്നൊരു നോർമദിനം. വിജയ്സ്. അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിട്ടാ. റബേക്ക് കേരട്ട ഇപ്പൊ ഇറങ്ങണ്ട. അപ്പൊ വരട്ടെ. റബേക്ക ഗ്രേസ് അമ്മേനെ കണ്ടതിന്റെ സന്തോഷത്തില. ഗ്രേസ് അമ്മ, ഗ്രേസിന്റെ അമ്മയും ബേബിയാണ് കേട്ടോ. ഗ്രേസ് അമ്മ, അവള് ബേബി. മൊത്തം കുട്ടിപ്പോട്ട ആളുകൂടി ഉണ്ട് കേട്ടോ. ഓ മൈൻഡ് അല്ലേ.
ശിവന്റെ ആറ്റാണ് അപ്പയ്ക്ക്. ബൈ കണ്ട അപ്പ ചേച്ചി ഗ്രേസ് അത് പോയാ മതിന്ന് പറയണേ. ബൈ ബൈ. മാനുമാനുന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കണ്ട. മഴയത്താണല്ലേ പോണേ? മഴയത്താണല്ലേ? ഈ റെയിൻകോട്ടോ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കാറുന്നോ? ഏയ് മനൊരു മുടിയണത്. തൊപ്പിയല്ല, തൊപ്പി എന്തെങ്കിലും വെച്ചു കൊടുക്കാറുന്നു. അപ്പൊ അത് പറന്നു പോവില്ലേ? പക്ഷെ അവര് ഇവിടുന്ന് താഴത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ നല്ല സ്പീഡ് വണ്ടി തന്നെ ഉണ്ട് കേട്ടോ. ടൂ വീലറാ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു വീട്ടിലെത്തിട്ടാ. എന്താ വരാത്തെ? അപ്പൊ ഞാൻ ഇന്ന് താറാവ് കറി കഴിക്കാന്ന് വിചാരിച്ചിട്ട് താറാവിൻ്റെ ഇറച്ചി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്രീസ് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടാവും. പിന്നെ ഇന്ന് ഇത് വെച്ച് എന്താ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്, ചോറ് കൂച്ചണം. ഇപ്പം കുറേ പണികളുണ്ട്. ഞാൻ പോകട്ടാ. ഞാൻ ക്രിയേറ്റിവിറ്റി എന്നിട്ടാണ് സ്റ്റോറി നോക്കിയറിയാം. സ്റ്റോറി അല്ലേ? ഞാൻ ഇറച്ചീനെ ഞാൻ ഇങ്ങനെ കഴുകി വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. I'm coming for changing your bed sheets, so kindly cooperate with me. എങ്ങടാ? എന്ത്? तुम हिंदी में बोलो. नमस्कार जी, मेरा नाम सन्नी, मैं वीपी यूट्यूब का बेटा हूँ. मैं इधर आया क्योंकि आपका बेडशीट चेंज करने के लिए आया हूँ. अपने साथ थोड़ा सपोर्ट कर दो. आपका नया बेडशीट डालेगा, आपको खुशी होएगा. आप इसके लिए क्या समझा नहीं है, समझा. समझा. क्योंकि बेडशीट चेंज करने का टाइम आ रहा हूँ. थोड़ा कोऑपरेट करेगा? हम जी. എന്റെ മുടി വളർത്താൻ എന്നെ ആരും സമ്മതിച്ചില്ല സുഹൃത്തുക്കൾ. എന്റെ മുടി വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്റെ തലയിൽ റായും വെച്ച് വന്നേക്കണ ഒരുത്തി. ഇതാണ് ചേട്ടൻ ഭംഗി. റാവിക്കെന്തല്ല ഈ ഇത്രയുള്ള മുടി. എന്തിനാണ് ചേട്ടൻ പറയാമെന്ന് വെച്ചില്ലെങ്കിലും സുന്ദരനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സൗന്ദര്യം തുളമുന്ന മുഖത്തിനുടമയാണ് ഞാനെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചേട്ടൻ തന്നെയല്ല ബാക്കിയോളം നാടെന്തോരം പെട്ടെന്ന് സൗന്ദര്യം ഉണ്ടാക്കിയത് പെങ്കൊച്ചായിരിക്കും വിചാരിച്ച് ആന പോലെ പൗഡറൊക്കെ മേടിച്ച് വെച്ചു. സുന്ദരം പെങ്കിടാങ്ങളാണെങ്കിലും സുന്ദരിയായിട്ടിരിക്കണ്ടേ? പൗഡർ ഇട്ട സൗന്ദര്യം വരുന്നായിരുന്നു അമ്മയുടെ തെറ്റിദ്ധാരണ. പൗഡർ ഇട്ട സൗന്ദര്യം വരുന്ന ആരാ പറഞ്ഞേ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് എന്തായി? ഓ അങ്ങനെയല്ല, ആടിനെ പ്രതീക്ഷ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസമുണ്ട്. ആ വിശ്വാസം പെണ്ണായിരിക്കും. ഞാൻ പറഞ്ഞെല്ലാ പെണ്ണോണ്ട് ഇതും വലിയ കാര്യമായിട്ട് എൻ്റെ അടുത്ത കൊച്ചക്കടായിട്ട് ഇതും കൊച്ചാന്ന് പറഞ്ഞ. പക്ഷേ ഈ അപ്പച്ച എത്ര ദേഷ്യമുള്ള അപ്പച്ചൻ പറഞ്ഞാൽ അവര് ജീവിച്ചു പോകണ്ടേ. പെങ്കൊച്ചാണെങ്കിൽ പെങ്കൊച്ചായിക്കോട്ടെ, ഒരു വിരോധമില്ല തോന്നുന്നു. ആ ഒരു കാര്യത്തിന് അപ്പച്ചൻ ചീത്തയും വഴക്കൊന്നും പറഞ്ഞില്ല. പ്രസവിച്ച് ആങ്കൊച്ചായപ്പോ ആസ്പത്രിയിൽ കാണാൻ വന്നിട്ട് നീ ആ തുണിയൊക്കെ ഒന്നാണ് മാറ്റി തുണിയിലൊക്കെ ചുരുട്ടി കയറ്റി അപ്പച്ചന് വിശ്വാസമായില്ലേ അത് പെണ്ണാണ്? ആ കൊച്ചിന്റെ മേത്ത് ഒരു തുണിയിട്ടേരി. ചേട്ടത്ര സൗന്ദര്യത്തിന് നിറകൂടായിരുന്നു. ആ സൗന്ദര്യത്തിന് നിറകൂടോ വണ്ണവും നല്ല ഒത്തൊരാകൊച്ചു ഇപ്പോഴും കിട്ടിയാണ്. ഇപ്പൊ ഞാൻ എങ്ങനെ തടി കുറയ്ക്കാൻ നോക്കിയിട്ടും കാര്യമില്ലെന്ന് അർത്ഥം. അതെ ശരിക്ക്. എന്നിട്ട് അതിനെ ഇന്നലെ പ്രസവിച്ചതാണെന്നൊന്നും പറഞ്ഞ ആൾക്കാര് വല്ല കണ്ണു വയ്ക്കുന്നു. അതിന്റെ മേലൊരു തുണിയിട്ട് മൂടി പൊന്നി കെടുത്ത് സുന്ദര കുട്ടനായിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര സുന്ദര കൊച്ചായിരുന്നു. അതെങ്ങനെയാടാ ഇങ്ങനെ ആയത്? നിങ്ങളോട് വർത്താനം പറഞ്ഞ് വെച്ചിട്ട് മാറ്റി ഞാൻ കറി കഴിക്കട്ടെ. എന്താ ഇട തേങ്ങ അരച്ച് വെച്ച കറി പറ.
പക്ഷേ മിടുവിന് മിണ്ടാൻ പറ്റില്ല കാര്യം ഞാൻ മറന്നുപോയി സുഹൃത്തുക്കളെ. മിടുവിന് ശബ്ദമില്ല. നീ ആക്ഷൻ കാണിക്കും, ഞാൻ തർജ്ജമ ചെയ്യാം. നീ പതുക്കനെ പറഞ്ഞ ഓർക്കണ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. താറാവ് ചട്ടിയിലേക്ക് ഇടുന്നു. വേവിച്ച താറാവ് ചട്ടിയിലേക്ക് ഇടുന്നു. ഞാൻ എല്ലാം പറയാം. വേവിച്ച താറാവിനെ ചട്ടിയിലേക്ക് ഇടുന്നു, കയ്യിലെടുക്കുന്നു, വീട് പാത്രത്തിൽ നിന്ന് ഇറച്ചി കഷ്ണം ബാക്കിയുള്ള തട്ടി പാത്രത്തേക്ക് ഇടുന്നു, ഇളക്കുകയാണ്. ഇളക്കല്. ഇത് തേങ്ങ അരച്ചു വെച്ചതിലേക്ക് ഒരു തുള്ളി വെള്ളം കൊണ്ട് അതിന്റെ അടപ്പൻ മൂടി കഴുകി ഒഴിക്കുകയാണ്. തേങ്ങ വറുത്താണ് ഇത് അരച്ചിരിക്കുന്നത്. ഞാൻ പറയാം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, അത് ഇത് മറ്റേത് മറിച്ച് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മൾ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കേണ്ട രീതിയിലെല്ലാം ചെയ്തിട്ട് തേങ്ങ അരച്ചിട്ട് നമ്മൾ പൈക്ക് ഒഴിച്ചേക്കാണ്. എന്നിട്ട് ഇനി ഇത് തിളപ്പിക്കാനാണ് വീട് പോകുന്നത്. വറുത്തരച്ച താറാവ് കറിയാണ് മിടു വെക്കാൻ പോകുന്നത്. ഒന്നും ചെയ്യാനില്ല, അതിന്റെ ഐസി മാറ്റിടേണ്ടി വരും. നമുക്ക് ഒന്നുമില്ല മിടു, ഒന്നുമില്ല. ഇല്ല, നല്ല സൗണ്ടാണ്. ഹലോ ഹലോ, ചെക്ക് 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 സൗണ്ട് ടെസ്റ്റിംഗ്. 1 2 3. അങ്ങനെ വർത്താനം പറഞ്ഞോ നീ. സാരില്ല വിടും, നമുക്ക് ഒന്നുമില്ലേടി, എല്ലാം ശരിയാവും. അപ്പൊ ബൈ ദ ബൈ, അപ്പൊ മിടു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വറുത്തരച്ച താറാവ് കറിയാണ്. ലീച്ചേച്ചിയും അനിലേട്ടനും അഞ്ജലി കൂടി അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങോട്ടാണ് ഡയറക്റ്റ് വരാം. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താറാവ് കറിയും നമ്മുടെ ബീട്രൂട്ട് തോരൻ തേങ്ങയ്ക്ക് ഇട്ട് സൂപ്പർ തോരൻ. അപ്പൊ ഇതാണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയാനുള്ളത്. എന്താണ് നീ അന്വേഷിച്ച് കിടക്കുന്നത്? ഇപ്പൊ ഈ മഴ വന്നപ്പോ എന്നറിയില്ല, ഈച്ചകൾ ഇങ്ങനെ കുറെ കയറി വരുന്നുണ്ട്. എവിടെ നിന്ന്? ഓക്കെ, നീ പറയേണ്ടത് നീ എന്നോട് പറഞ്ഞ, ഞാൻ തന്നെ നിന്റെ സൈഡിൽ നിന്ന് പറയാം. അല്ല, കുരുമുളക് പൊടി ഇട്ടേടാ, ഇച്ചിരി എരിവ് ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അഞ്ജലിക്ക് എരിവ് ഇഷ്ടമാണെന്ന് അറിയില്ല കേട്ടോ. അധികം കിട്ടി കുരുമുളക് ചേർക്കണ്ട. അതിനുള്ള എരിവ് അങ്ങനെ ഭയങ്കര എരിവ് കുറവ്, മീൻസ് എരിവ് കൂടുതലൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട്. ഞാനപ്പോ മാങ്ങ പൊടിച്ചിട്ട് വരട്ടെ. 2 മതി, 2 4 തന്നോ. അപ്പൊ നമ്മുടെ ചെറുതായിട്ട് ഇങ്ങനെ പഴുത്തു തുടങ്ങിയ മാങ്ങ പൊടിച്ചിട്ട് വന്നാൽ, മഞ്ഞ കളറായ മാങ്ങ പൊടിച്ചിട്ട് വന്നാൽ സൂപ്പർ അച്ചാർ ഉണ്ടാക്കാമെന്ന് മിടു പറഞ്ഞിട്ടുണ്ട്. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ മാങ്ങ പൊടിക്കാൻ പോവാണ്. മാങ്ങ പൊട്ടിക്കാനായിട്ട് പോകുമ്പോ പാത്രം നോക്കിയപ്പോ കിട്ടിയില്ല. തെർമോക്കോളിന്റെ പെട്ടിയെ കിട്ടിയ, അപ്പൊ അതെടുത്ത് പോന്നു. ഇതാണ്ട നമ്മുടെ ബാക്കിയുള്ള കരിമ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം കരിമ്പ് കാണിച്ചപ്പോൾ മരം കാണിക്കാൻ പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള കരിമ്പിൻ്റെ മരങ്ങൾ. ഇതിവിടെ നിന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര മധുര പുഷ്ടിതമായി വരുമെന്നാണ് പ്രതീക്ഷ. അവിടെയൊക്കെ നിൽക്കണ്ട് വലിയത്, കണ്ട അതൊക്കെ ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാവുമായിരിക്കും. ഞാൻ അറിയില്ല, ചിലവർ പറഞ്ഞിരുന്നു മഴ പെയ്തുകൊണ്ടാണ് മധുരം ഇല്ലാത്തതെന്ന്. ചിലപ്പോൾ അതുകൊണ്ടാവാം. അപ്പം മാങ്ങ പറിക്കട്ടെ. ഇത് ഇന്നലത്തെ മഴയത്ത് വീണേക്കുന്നതാണ്. ഇതെന്തോ കൊത്തി പഴുത്ത മാങ്ങ. ഇവിടെയൊക്കെ ഉണ്ട് മാങ്ങകൾ, ചതഞ്ഞാന്ന് തോന്നുന്നു. നമുക്ക് 2 അച്ചാറിനുള്ളത്. ഇന്നത്തെ മാങ്ങയൊക്കെ എവിടെ പോയി? മിടു പറയുന്നത് ചെറുതായിട്ടൊരു പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ
വേറൊരു ടേസ്റ്റ് ഉണ്ടാവുന്ന പറയണ മാങ്ങയ്ക്ക്. ഇതൊക്കെ ഇന്നും നാളെയായിട്ട് പൊട്ടിച്ച് വെക്കണം. അപ്പോൾ പഴുത്ത് കിട്ടും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരെണ്ണം പൊട്ടിച്ചേക്കാം. അച്ചാറിനുള്ള മാങ്ങയായിട്ടുണ്ട്. അവർ ചാവക്കാട് ആ സൈഡൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുമായിരിക്കും. അപ്പം അതിന് മുമ്പ് അച്ചാറും കൂടി റെഡിയായാൽ എല്ലാം റെഡിയായി. മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചക്ക ഇവർ കൊത്തിയിടണുണ്ടെന്ന്. അത് എൻ്റെ കുരുക്കളൊക്കെ താഴെ വീണ് കിടക്കാം. ആ ചക്കയാണ് തിന്ന് നിലത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. സൗണ്ടില്ലാത്ത ചേച്ചി 2-3 നിലത്ത് വീണ് കിടന്നത്. ഈ 3 മാങ്ങ ഞാനിപ്പോൾ പൊട്ടിച്ചതാണ്. ഇതിപ്പോൾ പൊട്ടിച്ചത് അത് നമ്മൾ വേറെ മാങ്ങയുടെ ആയതാണ് പഴുപ്പ്. അത് 3 പുതിയതാണ്. ഇത് അവിടെ വീണ് കിടന്നോ. ഇത് ചതഞ്ഞത്. ചീത്തയാ? ഇത് ഞാൻ ചെത്തി നോക്കിയപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല മാങ്ങ. നല്ല മാങ്ങ മീൻസ് ഈ ദിവസമാണ് വീണിട്ടുള്ളൂ. ഇന്നലാണ്ട് വീണിട്ടുള്ള മാങ്ങയാണ്. ആ കേടൊന്നും ഉള്ളിലേക്ക് കയറിയിട്ടില്ല. നമുക്ക് എടുക്കാം. പക്ഷെ ഇതെന്തിട്ടാണെന്ന് അറിയില്ല. ചതഞ്ഞേക്കാൻ താവന വഴിയുള്ളൂ. കൂടുതൽ ഉള്ളിലേക്ക് അതിന് കൊത്തളം തന്നെ എടുക്കണ്ടേ. അതിനുള്ള തണുപ്പൊന്നും ഇല്ലല്ലോ. കളിയാക്കണ്ട. ചേട്ടൻ്റെ സൗണ്ട് ഒന്നുമില്ല എനിക്ക്. കണ്ടാ നിങ്ങക്ക് കളിയാക്കാനായിട്ട് നിന്റെ ശബ്ദം അപ്പൊ പൊന്തു. ഇണ്ടാക്കാൻ പോണേക്ക് ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞതല്ലേ? അച്ചാറിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മാങ്ങ നന്നാക്കാൻ നുറുക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടോ? ഞാൻ നന്നാക്കി തരാം. നുറുക്കണോ? തുണ്ടോടുകൂടി നുറുക്കണോ? വേണ്ട, ഞാൻ നുറുക്കിക്കോളാം. ഞാൻ നുറുക്കി തരാം. അങ്ങനെ പറയലെന്താ മിണ്ടോ? പാത്രം നീ കഴിയാതെ ഞാൻ മാങ്ങ നോക്കി നല്ല സൂപ്പറായിട്ട് പീസ് ആക്കി വരും. ചെത്തിയിടുന്ന മാങ്ങയാണോ? ചെത്തിയിട്ട നല്ല രസമുണ്ടോ? സ്ക്വയർ വേണ്ട, തുലിയെത്തണ്ടോ? അഴുക്കല്ല, ഞാൻ കഴിയാണ്. ഇത് കുറച്ച് കളയണോ? ഇതാണോ സ്ക്രബ്ബർ ഇട്ട് ഉറക്കണ്ടേ? കല്യാണ വയറിലൊക്കെ പിടിക്കും. ഒരു മിനിറ്റ്. ഇന്നത്തെ കളർ ഇത്രയേ പോണുള്ളൂ. കുറെ ഉറച്ചിട്ടും കളർ പോണില്ല. ഒന്നും കേട്ടില്ലല്ലോ. ഇപ്പൊ കറി റെഡിയായി. ഞാൻ പിന്നെ മാങ്ങേനെ നുറുക്കട്ടെ. ഞാൻ നുറുക്കി തരും. ഒരു അഭിപ്രായം പറയാനില്ല. നീ വെച്ച കറി സൂപ്പർ. കത്തിമതിയല്ല, ഇത് മാങ്ങയുടെ ഉള്ളില്. നീ തന്നെ അപ്പൊ അങ്ങനെ അച്ചാറിടാനായിട്ട് മാങ്ങ നുറുക്കൽ മിടു ഏറ്റെടുത്തേക്കാണ്. മിടി ചെറുതാക്കലടി, ഭയങ്കര ചെറുതാക്കലടി പ്ലീസ്. അതെ, എന്നിട്ട് അങ്ങനെ ഭയങ്കര കുഞ്ഞിതാക്കല്ലേ. ഈ മാങ്ങയുടെ എവിടെ മാങ്ങയുടെ കണ്ടോ? അതിന് കേട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ 2 ദിവസം കൂടി പുറത്തേക്ക് വന്നായിരുന്നേനെ. ആണോ നീ കുരു വരുന്നത്?
വലുതാക്കിയല്ലേ ഇടാറ്. കറി ടേസ്റ്റ് നോക്കലാണ് എൻ്റെ പണി. ഞാനിപ്പോൾ ഒരു ടേസ്റ്റ് നോക്കൽ വിദഗ്ധനാണ്. അതെ. ഒരു പാത്രത്തിലിട്ട് കഴിച്ചൂടെ? ഈ ഒരു കഷ്ണത്തിന് വേണ്ടി പാത്രം എടുക്കണം. ചാറ് കൊടുക്കണം. എന്തില്ലേ ചൂടാണോ? എന്താ അല്ല എരിവൊന്നുമില്ല, ഉപ്പൊരിച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. തുള്ളി ഉപ്പിട്ടോ? അതുകൊണ്ടോ? അപ്പൊ കൂടുതലായിരിക്കും ഉപ്പ്. വളരെ സൂപ്പർ കറി, അടിപൊളി. ആക്ച്വലി എനിക്ക് തേങ്ങ അരച്ചത് ഇഷ്ടമല്ല, അതിൻ്റെ ഒരു ഇഷ്ടക്കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി കുഴപ്പമൊന്നുമില്ല, കറിയുടെ ഭാഗത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. കറിയുടെ ഭാഗത്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതെ ചോറൊന്ന് ഊറ്റ വേഗം. യെസ്, നമ്മുടെ പണികൾ കാര്യം മിഡു ഇപ്പോൾ പറഞ്ഞത് വേഗം നമ്മുടെ പണികൾ തീർക്കാം, അവർ വരുമ്പോഴേക്കും എന്നാണ്. ഞാൻ പറഞ്ഞത് ഇല്ല, നീ പറഞ്ഞൊന്നും കേൾക്കണല്ലോ മിഡു. നിന്റെ ശബ്ദം പുറം ലോകം കേൾക്കുന്നില്ല. ചേട്ടനുണ്ട് മറ്റേ ട്രാൻസ്ലേറ്റർ ആയിട്ട് എനിക്ക് പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഞാൻ മാങ്ങൂറിക്ക് നീ ചേർട്ടിക്കളയാൻ വേണ്ടി നീ എന്ത് ചേർത്താത്ത? ആ ചേർട്ടിക്കളി. അപ്പേ ഞാൻ തേങ്ങ കൂട്ടട്ടെ, അല്ല ചോറ് കൂട്ടട്ടെ. ശരിക്കും പറഞ്ഞാലേ അമ്മയൊക്കെ ഇവിടെ അച്ചാറുണ്ടാക്കുമ്പോ നീ എങ്ങനെയാണ് ഉണ്ടാക്കാറുണ്ടോ അല്ലേ? വെള്ളമൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ കളയാറില്ലേ ആദ്യം? അത് അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോ ഇതിപ്പോ എന്തായാലും ആവശ്യമില്ലല്ലോ, നാളെ അമ്മയും തീര് വെച്ചാൽ ഞാൻ തുടച്ചിങ്ങനെ ആവശ്യമില്ലല്ലോ. അമ്മയൊക്കെ അച്ചാറിനും വേണ്ടില്ല, ഈ മാങ്ങയൊക്കെ കഴുകി എടുത്തിട്ട് ഞാനങ്ങനെ ചെയ്യാം. ഇതിനെ കോട്ടൺ തുണി എന്റെ ഇടയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള കത്തി, ഡ്രൈ ആയിട്ടുള്ള കട്ടിംഗ് ബോർഡ് എല്ലാം ഡ്രൈ ആയിട്ട് അങ്ങനെ ചെയ്യല്ലാവരും. കൈയൊന്നും ഇരിക്കു പോലും ഇല്ല അങ്ങനെ, ഭയങ്കര ഇതായിരുന്നു. പിന്നെ കൈ തൊടേയില്ല എല്ലാം. ഇത് നമ്മൾ ഇൻസ്റ്റന്റ് മീൻസ് ഇത് അച്ചാറെന്ന് പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിൽ പടപടയിൽ കൊണ്ട് തരും. കറി കഴിക്കണമല്ലേ അച്ചാർ? ഞാൻ എല്ലാം കുറച്ചും വിടും, ഞാൻ ഇനി അങ്ങനെയൊന്നും കഴിക്കില്ല. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ചേട്ടൻ പറയുന്നത് ചേട്ടൻ അവിടെ കഴിക്കാൻ ഒരാളുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കമന്റ് കണ്ടിരുന്നു, കഴിഞ്ഞ ദിവസമല്ല കുറെ മുമ്പ് കൂടി ഞാൻ കാണുന്നുണ്ട് റിപ്പീറ്റഡ്, എന്താണ് കുക്ക് ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യാതെന്ന്. ഗ്ലൗസ് ആക്ച്വലി ഞാനൊക്കെ ശരിക്കും ജനിച്ചപ്പോൾ തുടങ്ങി ഞാൻ കണ്ടു അമ്മയൊക്കെ കുക്ക് ചെയ്യുന്നതൊന്നും ഗ്ലൗസ് ഇട്ടിട്ടൊന്നുമല്ല. ഇത് ഒരു പബ്ലിക് കിച്ചൺ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഒന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എല്ലാവരും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യും. ഇല്ല, അണുക്കളുണ്ടാവും, കൈമേക്ക് അണുക്കളുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയാനില്ല. കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹോട്ടലുകളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്ന ഉണ്ടാക്കണം. അല്ലാണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വീടുകളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ആ കൈമേക്ക്, നമ്മുടെ കൈമേക്ക് കറിയുടെയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇപ്പൊ കായ അരിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. നീ പറഞ്ഞോ, സൗണ്ട് ഇല്ലാത്ത നീ പറ. ഇല്ല പറ. അതായത് നമ്മളിപ്പോ കായ നന്നാക്കാണ് അല്ലെങ്കിൽ കൂർക്ക നന്നാക്കാണ്, എന്തെങ്കിലുമൊക്കെ നന്നാക്കുമ്പോൾ നമ്മുടെ കൈമേക്ക് അതിന്റെ കറ പിടിക്കും. അപ്പൊ അത് പറ്റാണ്ടിരിക്കാൻ പലരും ഗ്ലൗസ് യൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിന്റെ സമയത്ത് അങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല, ഞങ്ങളുടെ ഏരിയയിൽ ആരും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനത്തെ കുറെ പേരുണ്ട് മീൻ നന്നാക്കുമ്പോ ഗ്ലൗസ് ഇട്ടിട്ട് നന്നാക്കും. പിന്നെ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്, ഗ്ലൗസ് അല്ല ഈ വിരലുമ്മ ഒരു അതൊക്കെ ഞാൻ പണ്ട് കണ്ടിരുന്നു, അമ്മയൊക്കെ യൂസ് ചെയ്യണതാണ്. ഓരോ വിരലുമ്മയ്ക്ക് ഓരോ സാധനം ഉണ്ട്, അത് മീനൊക്കെ നന്നാക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ മുറിയില്ല എന്നും പറഞ്ഞു. അത് മാത്രമേ ഞാൻ മീൻസ്, അല്ലാണ്ട് ഇവിടെ വീട്ടിലൊന്നും അങ്ങനെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എരിവുള്ള സാധനങ്ങളൊക്കെ അത് നമ്മുടെ കൈ, ഇപ്പൊ എന്റെ കൈ ഇവിടെ മുറിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോ ഒരു സർലാസിന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ ഗ്ലൗസ് ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് വേറെ ആരും ഇവിടുന്ന് ഉപയോഗിക്കാറില്ല.
നിങ്ങൾക്ക് അങ്ങനെ ഗ്ലൗസ് പൂർണ്ണമായി എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. Means നല്ലതാണ് ഇഷ്ടം ഗ്ലൗസ് മാസ്ക് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് അത് നമ്മുടെ സംസാരം പോസിബിൾ നമുക്ക് ശീലമില്ലാത്തോണ്ടായിരിക്കും. അതെ, നമ്മൾ ചെറുപ്പത്തിലൂടെ ശീലിച്ചേക്കുന്നത് നമ്മൾ വിത്തൗട്ട് ഗ്ലൗസ്. അതന്നെ. എന്നിട്ട് അതിക്കോടെ പോകുമ്പോ 2 കഷ്ണമായി എടുത്ത് നിന്നിട്ട് പോകും. അതാണ് ഞങ്ങളുടെ ശീലം. ചക്കയിൽ ശീലം ചൂടല്ലോ. നല്ല മധുരമുള്ള മാങ്ങ. ചെനച്ച മാങ്ങ അല്ലേ? ചെനച്ച മാങ്ങയാണ് നല്ല മധുരം എന്ന് പറയാനില്ലേ. ഇത് നോക്കിയ മോള് കഴിച്ചു നോക്കിയായിരുന്നു. മധുരല്ലേ? പുളിയുണ്ട്. എനിക്കിഷ്ടായി. ഉപ്പിട്ടെ. ഓക്കെ, ഇനി എൻ്റെ ടാസ്ക് ചോറ് വീട്ടിലാണ്. ഞങ്ങൾ വീണ്ടും അരി മാറ്റിയിരിക്കുന്നു. ഇന്ന് മുതൽ വീണ്ടും നമ്മുടെ ജയ അധികാരത്തിലേറിയിരിക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് തീരുമാനം. ഞാനിപ്പോൾ വരെ ഇതിൽ കുറച്ച് മുളക് പൊടി മാത്രം സുഖമായില്ലേ? മുളക് പൊടിയിട്ടാലോ? വെച്ചിട്ടോ. ഈ മാങ്ങയുടെ നമ്മളേ ഇങ്ങനെ ഒരു കറുത്ത കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയുമ അതാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ കൂടെ കാണുമ്പോൾ അത് ഭയങ്കര ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഇതേപോലെ തന്നെ കളറ് ചെറുതായിട്ട് ആയി വരുന്നതാണ്. അത് കേടൊന്നല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക, മാങ്ങയുടെ ഒരു ഡിസൈൻ. ഇത്ര ഉപ്പ് മതിയോടിയിൽ. അപ്പം ഞാനിവിടെ വേപ്പില പറിക്കാൻ വേണ്ടി വന്നേക്കാണ്. പിന്നെ അച്ചാറിലേക്കുള്ള വേപ്പില. ഇത്ര മതിയാവുമായിരിക്കും. പച്ചാറ് പൊടി ഇട്ടിട്ടാണ് ഇന്നത്തെ പരിപാടി. കിച്ചൺ ട്രഷേഴ്സിന്റെ പിക്കിൾ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഞൊടി ഇടയ്ക്കുള്ള അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തിട്ട് പറയാ, എരിവൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ പൗഡർ ഉപയോഗിക്കുന്നത്. ഇത് വെറുതെ ഇട്ടാൽ മതി, മതിയായിരിക്കും. അച്ചാറായോ? ഒന്ന് ജസ്റ്റ് എണ്ണയ്ക്ക് വെച്ചൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. അല്ലടി, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കരുത്, അത് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ അതുമല്ല, കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇളക്കി വേവിക്കുക. കൂടി വേവിക്കണം. ഇത് വേവിക്കണം. ആ, എൻ്റെ വീട്ടിൽ ഇതിൻ്റെ വേവിക്കണം. എണ്ണ ഇട്ടു, എണ്ണ ഒഴിച്ചു. ഓക്കെ, എണ്ണയും കടുകും. പച്ചമുളകോ? പച്ചമുളക് പൊടിച്ചിട്ടാണോ? പച്ചമുളകിന് ആവശ്യമുണ്ടോ? പച്ചമുളക് ഇടുക. അച്ചാറിൽ പച്ചമുളകിൽ പിന്നെ എന്തിട്ടുള്ള ഏത് ചൂരിമുളകല്ല. 2 കഷ്ണം തിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിലപ്പോൾ അച്ചാറായിട്ടുണ്ടെങ്കിലോ. ഭയങ്കര ഉപ്പ്. എരിവുണ്ട്. പച്ചമുളക് ഇട്ട് കണ്ടോ ഒരു രസത്തിന്. രണ്ടര ഇടറി. അച്ചാറല്ലേ, എരിവുണ്ടോട്ടെ. ആ പച്ച ഇട്, ചോപ്പിടാണ്ട്. കടുക് കൂട്ടി. ഇത് ഓഫ് ചെയ്യണോ? വലുതാക്കിയിട്ടെന്നാലും കുഴപ്പമില്ല. അച്ചാറെന്ന് പറഞ്ഞാൽ എരിയണം. തൊട്ട് കൂട്ടാനുള്ളതാണ് അച്ചാറ്, കോരി തിന്നാനുള്ളതല്ല. എനിക്ക് പറയാനുള്ള തൊട്ട് കൂട്ടാനുള്ളതാണ് അച്ചാറ്, കോരി തിന്നാനുള്ളതല്ല. കഴിക്കില്ലേ? കഴിയില്ല, ഞാൻ അങ്ങനെ പൊടിച്ചോളതാണ് നേരെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വൈഡ് വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഫാമിലി വ്ളോഗുകളൊക്കെയാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളാരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കാറില്ല. അത് കാരണം വേണമെന്നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഞങ്ങളുടെ കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അല്ലേ മിഡു? കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഓഫായി പോയതുകൊണ്ട് എനിക്ക് ആ സീൻ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എനിക്ക് ആ നമ്മുടെ ചട്ടിയിലുണ്ടായ സാധനം കൂടി എനിക്ക് ഒഴിച്ചു. ഉപ്പ് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് മിഡു വീണ്ടും
ഇച്ചിരി ചൊറുക്ക് ഒഴിച്ചു. എന്തായാലും ചൊറുക്ക് ഒഴിക്കണമായിരുന്നു. ആണോ? പിന്നെ ഓക്കെ ആണോ? വേണമെങ്കിൽ ചൊറുക്ക് ചൂട് അല്ല, അങ്ങനെ ഉപ്പുകൊള്ളിന് ഒരു മാങ്ങയോട് ചെത്തിന് മുകളിൽ കൂടി ഇല്ലല്ലോ. അതിനോട് മാങ്ങിയില്ലല്ലോ. അതിനുള്ള മാങ്ങില്ലല്ലോ. മീൻസ് അത് പഴുത്ത മാങ്ങിയല്ലേ? വേറെ വേണി പൊടിച്ചിട്ട് വരാം. വേണ്ട, ഒരു മാങ്ങ പൊടിച്ചോണ്ട് ഇട്ടാ പോരെ? എല്ലാം വേണം നോക്കിയേ. ഓക്കെ. കളറില്ലല്ലോ മിടു അച്ചാറിന്. മുളക് പൊടി വേറെ ഇട്ടില്ലല്ലോ ചേട്ടാ, ഇൻസ്റ്റന്റ് അല്ലേ. ഈ സ്പൂൺ അതിലേക്കിടാലോ. അതിന്റെ ഇളക്കതിലുണ്ട് തന്നെ. അത് ആദ്യത്തായിരുന്നോ സൗണ്ടില്ലാത്ത ഭയങ്കര പ്രശ്നമാണ്. മനുഷ്യന് ഓരോന്നും ഇല്ലാണ്ടാവുമ്പോഴല്ലോ അതിന്റെ വില അറിയണേ. ശരിക്കും പറഞ്ഞില്ലേ? ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടോ? എനിക്കറിയുന്നില്ല. വലിയ ഉപ്പൊന്നുമില്ല. നമ്മളിപ്പോ വലിയ ഉപ്പൊന്നുമില്ല. സ്പൂൺ വേണ്ടല്ലോ. ചാറിന് നല്ല ഉപ്പുണ്ട്. അല്ല, മസാലക്ക് വേണമെങ്കിൽ മാങ്ങ പൊടിച്ചു കൊടുക്കാം. വേണോ വേണ്ടോ? യെസ് ഓർ നോ? നീ ഒരു വാക്ക് പറഞ്ഞ അപ്പ മാങ്ങ കൊടുത്തു. നിനക്ക് പറയാൻ പറ്റില്ലല്ലോ, സൗണ്ട് ഇല്ലല്ലോ. പഞ്ചസാരയോ? എന്താ പഴുത്ത മാങ്ങ അച്ചാറിൽ പഞ്ചസാര ഇട്ട അതെ, തീർച്ചയായിട്ടും നമുക്ക് അവരെ തന്നെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് തെന്നി പോണത് നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ പാത്രത്തിൽ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആണെങ്കിലും നമുക്ക് നോക്കാം, ചൂടാടൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇനി വീഡിയോ അവസാനിപ്പിക്കാണ്. ചോറ് ഊറ്റാൻ സമയം പറഞ്ഞെങ്കിലും ഞാൻ ഊറ്റാൻ തീരുമാനിച്ചു. എന്നോട് ഊറ്റാ ചോറ് ഊറ്റാ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കാണാം. അവര് വരണതും പിന്നെ ഗ്രേസിനെ എടുക്കാനൊക്കെ. ഗ്രേസിനെ ചിലപ്പോ എടുക്കില്ല. ഒരു സെക്കൻഡ്. സ്പാച്ചുല എന്നിട്ടായാലും ഈ റബ്ബറാണ് സാധനം. ഇതിന്റെ ലിങ്ക് പലരും ചോദിച്ചിരുന്നു, ഞാൻ കമന്റിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു യൂസർ റിവ്യൂ എന്നോണം ഇതിന്റെ തുമ്പ് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ? അതെല്ലാത്തിനും ഇല്ല ചേട്ടാ. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കണേ. അല്ലാണ്ട് പക്ഷെ ഇത് പെർഫെക്റ്റ് ആണ്. അത് നല്ലോണം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഇതൊരു കംപ്ലൈന്റ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആണത്. നല്ല ചപ്പ് ഇതന്നെ. ഇത് ഓടിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സാധനം ഇതിന് അത് അത്രയും പ്രഷർ കൊടുത്താൽ മാത്രമേ എന്നാലും ഊരിപ്പോയുള്ളൂ. എന്റെ വേറൊരെണ്ണത്തിന്റെ ഇതുപോലത്തെ സംഭവം ഒടിഞ്ഞിട്ട് ഞാനത് കീറിക്കളഞ്ഞു. മീൻസ് അത് ഞാൻ കളഞ്ഞു. അതില്ല എൻ്റെ ഉള്ളില്. ഇത് കത്തിയതാ, ഞാൻ സൈഡിൽ വെച്ചിട്ട് കത്തിയതാ. പക്ഷെ നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കൊരു വേറെ ബ്ലൂ കളർ മേടിക്കുന്നുണ്ട്. ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ബൈ ബൈ. മധുരട്ടെങ്ങനെയുണ്ട്? ആക്ച്വലി പറഞ്ഞ അവര് പറയട്ടെ അഭിപ്രായം. അതന്നെ.